കാനറ ബാങ്കിൽ അവസരം, പോലീസ് റിക്രൂട്ട്മെന്റ്, ഹെൽത്ത് മിഷനിൽ അവസരം. പ്ലീസ് സപ്പോർട്ട് മീ, സബ്സ്ക്രൈബ് മൈ ചാനൽ. കാനറ ബാങ്കിൽ അവസരം. കാനറ ബാങ്ക് ഇന്ത്യയിലുടനീളം വിവിധ ബ്രാഞ്ചുകളിൽ ഒഴിവ് വന്നിട്ടുള്ള അപ്രന്റീസ് തസ്തികയിലേക്ക് ജോലിക്കാരെ നിയമിക്കുന്നു. 3500 ഒഴിവുകളാണുള്ളത്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്കാണ് അവസരം. പരിശീലന കാലയളവിൽ സ്റ്റൈപ്പൻഡും അനുവദിക്കും. താൽപ്പര്യമുള്ളവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷകൾ നൽകാവുന്നതാണ്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഒക്ടോബർ 12. തസ്തിക ഒഴിവ്. കാനറ ബാങ്കിൽ അപ്രന്റീസ് റിക്രൂട്ട്മെന്റ്. ആകെ 3500 ഒഴിവുകൾ. ജനറൽ 1534 ഒഴിവ്, OBC 845 ഒഴിവ്, EWS 337 ഒഴിവ്, SC 557 ഒഴിവ്, ST 227 ഒഴിവ്. പ്രായപരിധി 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായം 2025 സെപ്റ്റംബർ 1 അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുക. SC, ST, OBC, PWD മറ്റ് സംവരണ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് നിയമാനുസൃത വയസ്സിളവ് ബാധകമാണ്. യോഗ്യത: അംഗീകൃത യൂണിവേഴ്സിറ്റി കീഴിൽ ഡിഗ്രി നേടിയിരിക്കണം. അപേക്ഷ നൽകുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം. ഇതിനായി ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. സ്റ്റൈപ്പൻഡ്: പരിശീലന കാലയളവിൽ പ്രതിമാസം 15,000 രൂപ സ്റ്റൈപ്പൻഡായി അനുവദിക്കും. കാനറ ബാങ്ക് 10,500 രൂപയും സർക്കാർ വിഹിതത്തിലുള്ള 4,500 അടക്കം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അപേക്ഷാ ഫീസ്: ജനറൽ, OBC, EWS വിഭാഗക്കാർക്ക് 500 രൂപയാണ് അപേക്ഷാ ഫീസ്. SC, ST, ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഫീസില്ല. അപേക്ഷിക്കേണ്ട വിധം: താൽപ്പര്യമുള്ളവർ കാനറ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷകൾ നൽകാവുന്നതാണ്. കേരള പോലീസ് റിക്രൂട്ട്മെന്റ്. കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ SC, ST വിഭാഗക്കാർക്കായി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് പുതിയ നിയമനം. താൽപ്പര്യമുള്ളവർക്ക് കേരള PSCയുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷകൾ നൽകാവുന്നതാണ്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഒക്ടോബർ 3. തസ്തിക ഒഴിവ്. കേരള പോലീസ് വകുപ്പിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്. SC, ST വിഭാഗക്കാർക്ക് മാത്രമായുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്. കാറ്റഗറി നമ്പർ 293/2025. ശമ്പളം: തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 59,300 രൂപ മുതൽ 1,20,900 രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ്. പ്രായപരിധി: 25 വയസ്സ് മുതൽ 41 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ 2/1/1984 1/1/2000 ഇടയിൽ ജനിച്ചവരായിരിക്കണം. നിശ്ചിത പ്രായപരിധിയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ ഉയർന്ന പ്രായപരിധിയിൽ 50 വയസ്സ് വരെ ഇളവ് അനുവദിക്കുന്നതാണ്. എന്നാൽ യാതൊരു കാരണവശാലും 50 വയസ്സ് കവിയാൻ പാടില്ല. യോഗ്യത: UGC അംഗീകൃത സർവകലാശാലയിൽ നിന്നോ കേന്ദ്ര സർക്കാർ സ്ഥാപിത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ കേരള സർക്കാർ സ്ഥാപിത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ നേടിയ ബിരുദം അല്ലെങ്കിൽ തതുല്യ യോഗ്യത. പരിശീലനം: ഈ തസ്തികയിലേക്ക് നിയമിക്കുന്ന ഓരോ വ്യക്തിയും 6 മാസത്തേക്ക് IMGയിൽ ഇൻ സർവീസ് പരിശീലനത്തിനും ബാക്കി 6 മാസം സംസ്ഥാന പോലീസ് മേധാവി തീരുമാനിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പരിശീലനത്തിനും വിധേയമാകേണ്ടതാണ്. പരിശീലന കാലയളവിൽ ഉദ്യോഗാർത്ഥികൾക്ക് തസ്തികയോടൊപ്പം ചേർത്തിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ശമ്പള സ്കെയിലിൽ അലവൻസും നൽകും. പരിശീലന കാലയളവ് പ്രൊബേഷനായി കണക്കാക്കുന്നതാണ്. അപേക്ഷിക്കേണ്ട വിധം: ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷകൾ നൽകാവുന്നതാണ്. നാഷണൽ ഹെൽത്ത് മിഷനിൽ ജോലി അവസരം. നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ ജോലി നേടാൻ അവസരം. ജില്ലാ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ സൊസൈറ്റി മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർമാരെയാണ് നിയമിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ 72 ഒഴിവുകൾ വന്നിട്ടുണ്ട്. താൽപ്പര്യമുള്ളവർക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഒക്ടോബർ 3. തസ്തിക ഒഴിവ്. നാഷണൽ ഹെൽത്ത് മിഷൻ കീഴിൽ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ റിക്രൂട്ട്മെന്റ്. മലപ്പുറം ജില്ലയിൽ 72 ഒഴിവുകളുണ്ട്. പഞ്ചായത്തുകൾക്ക് കീഴിലുള്ള ഹെൽത്ത് സെന്ററുകളിലോ താലൂക്ക് ആശുപത്രിയിലോ ആയിരിക്കും നിയമിക്കുക. പ്രായപരിധി: 40 വയസ്സ് വരെയാണ് പ്രായപരിധി. പ്രായം 1/9/2025 അടിസ്ഥാനമാക്കി കണക്കാക്കുന്നതാണ്. ശമ്പളം: തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 20,500 രൂപ ശമ്പളമായി ലഭിക്കും. യോഗ്യത: കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോടെ BSc നഴ്സിംഗ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുള്ള GNM ഉണ്ടായിരിക്കണം. കോഴ്സ് കഴിഞ്ഞ് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ്: അപേക്ഷകരുടെ എണ്ണം അനുസരിച്ച് എഴുത്ത് പരീക്ഷ, ഇന്റർവ്യൂ എന്നിവ നടത്തും. ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പൂർത്തിയാക്കിയാണ് അന്തിമ നിയമനം നടത്തുക. അപേക്ഷിക്കേണ്ട വിധം:
താൽപ്പര്യമുള്ളവർ ആരോഗ്യ കേരളത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം കരിയർ പേജിൽ നിന്നും MLSP റിക്രൂട്ട്മെന്റ് തിരഞ്ഞെടുത്ത് അപേക്ഷകൾ നൽകാവുന്നതാണ്.